ഹായ് ഓൾ, ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാമ്പാർ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലുള്ള സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വറുത്തരച്ചിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. തുവരപ്പരിപ്പ് തന്നെ എടുക്കാൻ നോക്കാം വറുത്തരക്കുന്ന സാമ്പാറിലേക്ക്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അരക്കപ്പ് തന്നെ എടുക്കാൻ നോക്കുക. കൂടുതലായി എടുത്താൽ സാമ്പാർ തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ടൈം കൊണ്ട് പുളിവെള്ളം തയ്യാറാക്കണം. അതിനായിട്ട് നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ഒരു അരിപ്പയിലൂടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിപ്പ വഴി ഒഴിക്കാൻ നോക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 ചെറിയ ഉള്ളി ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 വെളുത്തുള്ളി ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതും, ചെറിയൊരു നീളത്തിൽ ഞാനൊരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങാക്കായ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതും, ബീൻസും അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേന, ക്യാരറ്റ്, വെള്ളരിക്ക, നേന്ത്രക്കായ, ബീട്രൂട്ട് ഇതൊക്കെ ഞാൻ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് തന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കുക്കറിൽ മാറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ സെയിം കുക്കറിൽ തന്നെയാണ് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. സാമ്പാറിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചിട്ടെടുക്കുക. കൂടുതലായി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ സാമ്പാർ പൊതുവേ ലൂസായിട്ടാണ് ഉണ്ടാവുക സദ്യയിലൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് മാത്രം എടുക്കുക. അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാളെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ കറ കളയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 വഴുതനങ്ങയാണ്. അത് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും, അപ്പോൾ ഇതിന് മുങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് ഫ്ലെയിമിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തരയ്ക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ കൂടുതലായി എടുക്കേണ്ട ആവശ്യമില്ല. കറി തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കൂടുതലാവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നായിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള മല്ലിയാണിത്. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം റോസ്റ്റ് ചെയ്യുക. അല്ല പെട്ടെന്ന് എല്ലാം കരിഞ്ഞു പോകും. മല്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. ഇനി 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് ഉണക്കമുളക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളകാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന സെയിം മെഷർമെൻറ്റിൽ തന്നെ തേങ്ങ എടുക്കുക. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്നിനി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറുത്തെടുക്കാൻ നോക്കുക, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോവും. തേങ്ങ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയും ഉണക്കമുളകും അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കണക്കായിട്ട് കുക്ക് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 1 തക്കാളി ചെറിയ പീസസായി കട്ട് ചെയ്തതും 2 വെണ്ടയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെണ്ടക്കായും തക്കാളിയും ഒക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ലൂസായിട്ടുള്ള സാമ്പാറാണ് സദ്യയിൽ പൊതുവേ ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ ഇവിടെ കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ 2 വറ്റൽമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. സാമ്പാർ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്കായും തക്കാളിയും വറുത്തരച്ച തേങ്ങയും ഒക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചിട്ടത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പം നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.